ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടക്കാച്ചി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാകുന്ന സാധനം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ റിക്വസ്റ്റ് ചെയ്തു ഒരു സിമ്പിൾ ലെസ് ഇൻഗ്രീഡിയൻറ്റ് ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഡെസേർട്ട് നല്ലൊരു റെസിപ്പി പോലെ, അപ്പം ഞാനത് ഡെസേർട്ടാക്കി. ഗുലാബ് ജാമുനാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബ്രെഡ് ഗുലാബ് ജാമുനാണ്. പിന്നെ ഗുലാബ് ജാമുൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്. നമ്മളിന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന ബ്രെഡ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഇടയിലൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഡൊമിനോസ് സ്റ്റൈൽ ചീസി ഗാർലിക് ബ്രെഡ് എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരു സീനിയർ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പീസൊക്കെ എനിക്ക് ഫീഡ്ബാക്കായി കമൻസിലൂടെ അയക്കാം. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അമൂല്യ എന്നാണ്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡ് ആട്ടോ യൂസ് ചെയ്തത്. 10 സ്ലൈസ് ബ്രെഡാട്ടോ ഞാൻ എടുത്തത്. അതിൻ്റെ ഈ ബ്രൗൺ കളറിലെ സൈഡ് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ബ്രൗൺ കളർ സൈഡ് നിങ്ങൾക്ക് ഇനി ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ക്യൂബ് പോലെ കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പ് അളവിലാണ് പാലെടുത്തത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒഴിക്കൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിനായിട്ട് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. കൈ വെച്ച് കുഴച്ചാൽ മതി കേട്ടോ. ഞാൻ അവിടെ വീഡിയോ ഫിൽമിങ് ആ ഒരു ഇതിലാണ് വിസ്കർ വെച്ച് കുഴച്ചത്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. പാല് ഞാൻ പിന്നീടും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് മാറ്റി വെക്കണം. ഇവിടെ ഈ ഒരു കപ്പിൽ പാലെടുത്തിട്ട് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഭാഗത്തോളം ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഫുള്ള് ഉരുട്ടിയെടുത്തു. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഹൈ ഫ്ലെയിം ആദ്യം എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കുക. എനിക്ക് 10 സ്ലൈസ് ബ്രെഡിൽ നിന്ന് 14 പീസോളം കിട്ടി. ഇത് തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. കറക്റ്റ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് തന്നെ ഉണ്ടാക്കണം. മുങ്ങി നിൽക്കുന്ന വരെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ പെട്ടെന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വരുള്ളൂ. ഒരു 4
5 പീസ് ഏലക്ക ഇട്ട് കൊടുക്കണം. ഏലക്ക പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഏലക്ക പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് നന്നായി തിളപ്പിക്കൊന്നും വേണ്ട. ഒരു തവണ തിളപ്പിച്ചതിന് ശേഷം നമ്മളത് സിമ്മിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ ഗുലാബ് ജാമുൻ ആയി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഗുലാബ് ജാമുൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. വേറെ പാത്രത്തേക്ക് മാറ്റുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി സിറപ്പിലേക്ക് ഇടാം. പക്ഷെ ഞാൻ പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് സിറപ്പൊക്കെ ഇടുന്നത്. സിറപ്പ് എന്നിട്ട് നമ്മൾ ചൂടാക്കുക. ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എറിഞ്ഞു കൊടുക്കുന്നതല്ല കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് നന്നായി പിടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഗുലാബ് ജാമുൻ എല്ലാം ഇട്ടതിന് ശേഷം അത് നന്നായി സിറപ്പ് നന്നായി തിളപ്പിക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളത് ഓഫാക്കുക. കണ്ടാലും ടേസ്റ്റ് ചെയ്താലും ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഗുലാബ് ജാമുനാന്ന് പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമൽ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുക. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം ഈ റെസിപ്പി. എന്നിട്ട് എനിക്ക് കമൻസിലൂടെ ഫീഡ്ബാക്കും തരണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. പിന്നെ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോക്കൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്.